ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ഉരുണ്ട റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഉരുണ്ട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ ഒരു അരക്കപ്പ് അളവിൽ ഞാനിപ്പോൾ അരി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മട്ട അരിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് അരിയിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. റേഷൻ അരി ആണെങ്കിൽ കൂടി നമുക്കിതുപോലെ ഈ ഒരു ഉരുണ്ട തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ഈ ഒരു അരി തന്നെ എടുക്കണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് അത് നമുക്ക് ഈ കടായിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ അരി കഴുകിയെടുത്ത ഈ വെള്ളം പെട്ടെന്ന് തന്നെ അതങ്ങ് പൊയ്ക്കോളും. അതിന് ശേഷം ഇങ്ങനെ നമ്മുടെ അരിയെല്ലാം പൊടിപൊടാന്നിങ്ങനെ പൊട്ടി വരുന്നൊരു സൗണ്ട് കേൾക്കും. അതുപോലെ തന്നെ അരിയെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫ്ലഫി ആയിട്ടൊരു വൈറ്റ് കളറിലേക്ക് മാറും. അതുവരെയും നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ആ ഒരു രീതിക്കെത്തി കിട്ടും. നമ്മുടെ അരിയൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ള കളറിൽ അരിയൊക്കെ ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഇതൊന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്നൊരു സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. നന്നായിട്ട് എല്ലാ അരിയും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ ഒരു അരക്കപ്പ് അളവിൽ ഞാനിപ്പോൾ എള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് കറുത്ത എള്ളാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് വെള്ള എള്ളും എടുക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ട് കഴുകി ഞാൻ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, സാധാരണ കഴുകാതെ എടുക്കുന്നതാണെങ്കിൽ ഒന്ന് കഴുകിയതിന് ശേഷം വേണം നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു അരക്കപ്പ് അളവിൽ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ 1 മിനിറ്റ് മാത്രം നമ്മളൊന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. എള്ള് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയത്ത് വറുക്കരുത്. കാരണം എന്ന് വെച്ചാൽ എള്ള് ഒരുപാട് സമയം നമ്മൾ വറുക്കുകയാണെന്നുണ്ടെങ്കിൽ എള്ളിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരേ 1 മിനിറ്റ് മാത്രം നമ്മളൊന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ 1 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി കൂടുതൽ സമയത്ത് നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതായത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി വറുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. കുറച്ച് ദിവസം കേടാകാതെ വെച്ചിരിക്കേണ്ടതാണ്. അതിൻ്റെ പേരിൽ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ തേങ്ങയുടെ കളറ് ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഒരുപാട് സമയത്ത് നമ്മളിത് മറക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതും ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 കപ്പ് അളവിൽ ശർക്കരയും കൂടി. അപ്പോൾ ശർക്കര വന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു ഇടികല്ലിൽ വെച്ചിട്ടൊന്ന് ഇടിച്ച് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 200 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ശർക്കരയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്. ഒരുപാട് കൂടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവിലേക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ലൂസായി പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഈ ശർക്കര പാനിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഒരു നൂൽ പരുവത്തിനും തൊട്ട് മുമ്പായിട്ടുള്ള സ്റ്റേജാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ വറുത്തെടുത്ത നമ്മുടെ അരിയും എള്ളും ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എള്ളായതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് സമയത്ത് നമ്മൾ പൊടിക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ ആ എള്ളിൽ നിന്ന് ഇങ്ങനെ എണ്ണ വരാൻ തുടങ്ങും. അതിൻ്റെ പേരിൽ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മളിത് പൊടിച്ചുകൊണ്ടേ നിൽക്കാൻ പാടില്ല.
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മളിതാ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഈ തേങ്ങാക്കൊത്തും കൂടിയാണ്. കൂടെ തന്നെ പിന്നെ ഇനി വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഏലക്ക പൊടിക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കിയേക്കണം. അതുപോലെ തന്നെ കൂടെ വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടിയും കൂടി ഇഞ്ചി ഉണക്കി പൊടിച്ചതാണ്. അതും ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടുന്നത്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും കൂടി, ചെറിയ ജീരകമാണ്. അപ്പോൾ അതും ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്ത ശർക്കര പാനിയും കൂടിയാണ്. അപ്പോൾ ശർക്കര പാനി നല്ല ചൂടായിട്ടുണ്ടാവണം. അപ്പോൾ ചൂടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല ചൂടായിട്ടുള്ള ശർക്കര പാനിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ അരിയൊക്കെ പെട്ടെന്ന് തന്നെ ശർക്കരപ്പാനി വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ ഒരു ചൂടോട് കൂടി തന്നെ നമ്മളിതെല്ലാം ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ടൊന്ന് തയ്യാറാക്കി എടുക്കണം. നമ്മുടെ ഈ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇത്രയ്ക്കും ലൂസായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഒരേ 1 മിനിറ്റ് മാത്രം ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കണം. അതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1-2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റുമല്ലോ നല്ലതുപോലെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കൈ അല്പം നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഒരല്പം മാത്രം മതിയാവും, കാരണം എള്ളിലെ എണ്ണ തന്നെ ധാരാളം മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്നൊരു അല്പം മിക്സ് ഒന്ന് എടുക്കാം. ഇതുപോലെ ഒരു അല്പം മിക്സ് എടുത്തതിന് ശേഷം ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ടൊന്ന് തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ ഇത്രയും വലിപ്പത്തിനാണ് ഞാൻ ഓരോ ബോൾസും തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരിയുള്ള ഉരുണ്ട ആയിരിക്കും എന്ന്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഏകദേശം 2 ആഴ്ച വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. അതാകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ നാൾ നമുക്കിത് കേടാകാതെ ഇരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം ഇച്ചിരി ചൂടുണ്ട്. അപ്പോൾ ചൂടൊന്ന് മാറുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചുകൂടി ഒന്ന് ഹാർഡായി കിട്ടും. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഇതുപോലെ അരിയുള്ളുരുണ്ട ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.